ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ട് ഈവനിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി. അപ്പോൾ ഇവിടെ കുറച്ച് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ആവശ്യത്തിനുള്ള ഉപ്പും, എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ഇഡ്ഡലിയുടെ പരുവത്തിനൊക്കെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് 4 പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലൊരു പീസാണ് നമ്മൾ ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. മാവ് എല്ലാ ഭാഗത്തും കവർ ചെയ്യണ വരെ അതൊന്ന് കോരി ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുക. ആ മുട്ടയുടെ വെള്ളഭാഗം പുറത്തേക്ക് അധികമൊന്നും കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വെളിച്ചെണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ഒരു എഗ്ഗ് കവർ ചെയ്തിരിക്കുന്ന ആ ഒരു കോട്ടിങ്ങോട് കൂടി തന്നെ ഈ ഒരു ഓയിലിലോട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറു സൈഡ് മറച്ചിട്ട് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കടലമാവ് ഇടാം. അതുപോലെ എഗ്ഗിന് പകരം നമുക്ക് ചിക്കൻ്റെ പീസോ അങ്ങനെയൊക്കെ ആയാലും മുക്കി ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സോസോ കെച്ചപ്പോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും കൂട്ടിയത് കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെയാണെങ്കിലും ചായയുടെ കൂടെ വളരെ ഈസി ആയിട്ട് ഒരു ഈവനിങ്ങിനൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ 2 സ്നാക്സും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ധന്യ സോണി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കഴിയുമ്പോൾ നല്ലപോലെ അതിന് ആ മാവൊക്കെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവും. മുട്ട പിന്നെ ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ മാവ് വേവാനും അതുപോലെ കരിയാനും പാടില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ 2 സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് എനിക്ക് സാധിച്ചു. അതിനാൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ.